ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തെ തുടർന്ന് ഹൈക്കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ട സാഹചര്യത്തിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടു. പദവിയിൽ തുടരാൻ അർഹതയില്ല, രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് കെ സുധാകരൻ പറഞ്ഞു. അദ്ദേഹം നിയമലംഘനങ്ങളും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും ഇതിനു മുമ്പ് പലതും നടത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം രക്ഷപ്പെട്ടത് ഈ പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ്. പക്ഷേ ഇക്കുറി അത് പൊളിഞ്ഞുപോയി. അതുകൊണ്ട് അതിൽ കുടുങ്ങി നിൽക്കുക. ഞാൻ ചോദിക്കുന്നത്, ഒരു ഭരണഘടന, ഒരു മന്ത്രിയല്ലേ, മന്ത്രിക്ക് അവനവൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഭരിക്കാൻ കയറുന്നത്. ആ സത്യപ്രതിജ്ഞ പോലും ലംഘിക്കപ്പെടുന്നു എന്ന് വന്നാൽ എന്ത് ചെയ്യും? മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ അദ്ദേഹത്തിന് അർഹതയുണ്ടോ? ഇല്ല. പിന്നെ പിണറായി വിജയൻ്റെ മന്ത്രിസഭയായതുകൊണ്ട് എന്തു ആവാം, എല്ലാം നിയന്ത്രിക്കുന്നത് പോലീസും ഉദ്യോഗസ്ഥന്മാരുമാണ്. ആ നിലയിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നൊരു വിശ്വാസം അവർക്കുണ്ടാവും. പക്ഷേ അത് സ്വപ്നമാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിക്കാൻ പിണറായി വിജയൻ എന്ത് അർഹതയെന്ന് KPCC അധ്യക്ഷൻ ചോദിച്ചു. വിമർശനം ജനം ഉൾക്കൊള്ളില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരുച്ചരിക്കാൻ പിണറായി വിജയൻ അർഹതയില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. പാണക്കാട് തങ്ങളുടെ മഹത്വം അല്പസ്വല്പ ബുദ്ധിയുള്ളവർക്കേ അത് മനസ്സിലാവും. ഈ ബുദ്ധിയില്ലാത്തവനത് മനസ്സിലാവില്ല. അദ്ദേഹത്തെക്കുറിച്ച് എതിർക്കാനും വാക്ക് പറയാനും എന്ത് ധാർമ്മികമായ കരുത്താണ് പിണറായി വിജയന്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ എത്തിക്സ് ഉള്ള ആളാണ്, ഒരു കാഴ്ചപ്പാടുള്ള ആളാണ്. അവർക്ക് കിട്ടുന്നത് കാച്ചി വിമർശിച്ച് നടക്കുക എന്നതിനപ്പുറത്ത് അതൊന്നും ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പിണറായി വിജയൻ അർഹതപ്പെട്ട നിയമത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്. അത് നാടിൻ്റെ കാഴ്ചപ്പാടല്ല.